എടാ തന്റെ പണി കഴിഞ്ഞോ? എന്റെ പണി കഴിഞ്ഞ്. നല്ല തണുപ്പല്ലേ? ശരിയാ, നല്ല തണുപ്പുണ്ട്. കുറച്ചേരം ചൂടുണ്ട്, ആ തണുപ്പൊക്കെ പൊക്കോളും. എന്റെ അമ്മ ഇതാരാ? ഏതെന്തൊരു സാധനം ഇത്? അതിന്റെ പല്ലും കണ്ണൊക്കെ കണ്ടില്ല എന്റെ അമ്മേ. അയ്യോ എന്റെ അമ്മ എങ്ങോട്ട് ഓടി വരുന്നു? അയ്യോ പെട്ടെന്ന് ഓടി രക്ഷയിടവാ. എന്റെ അമ്മ ഓടിക്കോ. അയ്യോ വീട്ടിൽ തരുന്ന് ബോറടിക്കുന്നത്. കുറച്ചേരം മുറ്റത്ത് വല്ലതും പോയി കളിക്കാം. കൺമണി മോളം കൂടെ വിളിക്കാം. സമയം ഇപ്പൊ 6 മണിയായി. സന്ധ്യയായി വരുവാണല്ലോ. ഇപ്പൊ പെട്ടെന്ന് കളിച്ചിട്ടകത്ത് കയറാം. കൺമണി മോളെ ഇങ്ങോട്ടൊന്ന് വന്നേ. കൺമണി മോളെ നമുക്ക് രണ്ടാർക്കും പോയി മുറ്റത്ത് കളിക്കാം. എന്നാ പോവാം വാ. എന്നാ മുറ്റത്ത് കളിക്കണം കൺമണി മോളെ, നമുക്ക് അകത്ത് പോവാം. എന്റെ പുറകിൽ എന്താ നിക്കുന്നേ? ഒരു ടൈപ്പ് മോഡുണ്ട്. ആ മോഡൊക്കെ എടുത്തിട്ട് കളിക്കുന്നേ അതേ സാധനം തന്നെയാണല്ലേ ഈ നിക്കുന്നേ. എവിടെ വന്ന് എന്റെ അമ്മ ഈ മാൻഫ്രം ദ ഫോഗ് മൈൻക്രാഫ്റ്റിന്റെ അതിന്റെ അകത്തുള്ള ആൾക്കാരെ എല്ലാം അറ്റാക്ക് ചെയ്യില്ല എന്റെ പൊന്നെ. അതുപോലെ നമ്മളെ അറ്റാക്ക് ചെയ്യോ? അയ്യോ ഓടിക്കോ എന്റെ അമ്മേ. മോഡ് വഴി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതിന് പേരാ മാൻഫ്രം ദ ഫോഗ്. അത് പക്ഷെ എനിക്ക് ഇവിടെ വന്ന റിയൽ ലൈഫില്. എന്താ പറയുന്നത് കുട്ടികൾ? നിങ്ങൾ റിയൽ ലൈഫിൽ വന്നത് ഗെയിമിന്റെ സാധനമൊക്കെ? അതെ ജമീലത്ത്, ഇപ്പൊ ഇവിടെ വന്നു. വേണമെങ്കിൽ ജമീലത്ത് കാണിച്ചു തരാം. എന്നാ അതിനൊന്ന് കണ്ടിട്ട് കാര്യമുള്ളൂ. പക്ഷെ ജമീലത്ത്, ഞാൻ പറഞ്ഞ ഗെയിമിന്റെ ആണെങ്കിലേ ഈ മാൻഫ്രം ദ ഫോഗ് എന്ന് പറഞ്ഞ സാധനമാണെങ്കിൽ അതിനകത്തുള്ള ആൾക്കാരെല്ലാം ഉപദ്രവിക്കും. അതുപോലെ നമ്മളെ ഉപദ്രവിക്കും. ആ മാൻഫ്രം ദ ഫോഗ് ഞങ്ങളെ പിടിക്കാൻ വരാം. ഞങ്ങൾ കഷ്ടിച്ച് ഓടി രക്ഷപ്പെട്ടെ. എന്റെ പറ്റി എന്നാ പോകണ്ട വഴിക്ക്. അല്ല ആ സാധനത്തിന് എങ്ങനെ ഓടിക്കും? എനിക്കറിയത്തില്ല ജമീലത്താ. അതിനെ കണ്ട് എങ്ങനെ ഇരിക്കുന്നേ? അതിന് വലിയ വായില് വലിയ പല്ലുകള്, പിന്നെ 2 തിളങ്ങുന്ന കണ്ണുകള്, പിന്നെ ദേഹം മൊത്തം കറുപ്പ്. അങ്ങനെ ഇരിക്കുന്നതിനെ കാണാൻ. അപ്പൊ അതിന് പേര് മാൻഫ്രം ദ ഫോഗ്. ജമീലത്തേക്ക് അറിയത്തില്ലല്ലോ? എനിക്കറിയത്തില്ല. അതിന്റെ പേര് തന്നെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ജമീലത്തെങ്ങാനും ആയിരിക്കണം ആ മാൻഫ്രം ദ ഫോഗിനെ കാണുന്നത്. ജമീലത്ത് അപ്പൊ തന്നെ ബോധം കെട്ടിവിടും. അതുപോലെ പേടി പെടുത്ത സാധനമാ. എന്റെ അള്ള, അപ്പൊ അങ്ങനത്തെ സാധനമാണോ അത്? പക്ഷെ ഞാൻ ബോധം കെട്ടി വീഴത്തില്ല. കാരണം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഗെയിമിന്റെ അകത്തൂടെയൊക്കെ. അതൊന്നും പക്ഷെ എനിക്ക് അത്ര കുഴപ്പമില്ലായിരുന്നു. കൺമണി മോൾക്കാണെങ്കിൽ പേടിച്ചു പോയത്. ഞാൻ പേടിച്ചു പോയില്ലെന്നല്ലോ പറഞ്ഞേ, ഞാൻ നല്ലോണം പേടിച്ചു. എന്റെ പൊന്നെ, മാൻഫ്രം ദ ഫോഗിന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച രക്ഷപ്പെട്ടെ ഞങ്ങൾ രണ്ടുപേരും. അല്ല കുട്ടികൾ, നിങ്ങൾ പറഞ്ഞ മാൻഫ്രം ദ ഫോഗ് എന്ന് പറഞ്ഞ സാധനത്തിന് വല്ല സൗണ്ട് ഉണ്ടോ? കുറെ സൗണ്ട് ഉണ്ട് ജമീലത്ത. എനിക്ക് ആകെ അറിയുന്ന ഒരു സൗണ്ട് ഉണ്ട്. ഞാൻ അതിപ്പോ കേൾപ്പിക്കാം. എന്തോ വിസിലൊന്നും സൗണ്ട്, പിന്നെ എന്നിട്ട് കാക്കയൊക്കെ പറക്കുന്ന സൗണ്ട്, ചെടിയൊക്കെ അനങ്ങുന്ന സൗണ്ട് പോലത്തെ ഒരു ടൈപ്പ് സൗണ്ടാ എനിക്കറിയുന്ന ടൈപ്പ് സൗണ്ട്. കുറെ സൗണ്ട് ഉണ്ട് വേറെയൊക്കെ. എന്റെ ഉമ്മയെ പേടി വരുന്നുണ്ടല്ലോ. അത് നമ്മളെ വല്ലതും ചെയ്യോ? ജമീലത്ത് എന്ത് പറഞ്ഞു? നമ്മളെ വല്ലതും ചെയ്യുന്നു? അത് നമ്മളെ ചെയ്യത്തേ ഉള്ളൂ വല്ലോ. നമ്മളെ കണ്ട അത് അപ്പത്തിന് നമ്മളെ പിടിക്കും. ബാക്കി പറയണ്ടല്ലോ. പറയണ്ട. അല്ല മക്കളെ, മാഡത്തിനോടും എല്ലാം പറഞ്ഞോ? ഇല്ല ജമീലത്ത, ഞങ്ങള് മുറ്റത്തുനിന്ന് ഓടിക്കേറി വന്നത് ഇങ്ങോട്ടാ. എന്നാ മാഡത്തിനോടോ പറയാം. ബാ. ഫോണൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ. ഇനി കുറച്ച് ന്യൂസ് വല്ലതും കാണാം. വല്ലതും ഉണ്ടെങ്കിലോ? എന്റെ അമ്മ ന്യൂസിന്റെ എന്തോ കാണിക്കുന്നു. എന്റെ മുന്നിൽ എന്തോ സാധനം ഇത്. നാട്ടിൽ കൗതുകം തോന്നിക്കുന്ന ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പേരെന്താന്ന് ആർക്കും ഇതുവരെ അറിയത്തില്ല. അതിനെ കണ്ട് എങ്ങനെ ഇരിക്കുമെന്ന് പറയാം. അതിന്റെ ഫോട്ടോ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതിന് നല്ല കൂർത്ത വലിയ പല്ലും 2 വെളുത്ത കണ്ണും ദേഹം മൊത്തം കറുപ്പും അങ്ങനത്തെ ഒരു ടൈപ്പ് ജീവിയത്. രാത്രി കാട്ടി പണിയാൻ പോയ 2 പേരെ ആ സാധനം പേടിപ്പിച്ചു എന്നാണ് ഇന്നത്തെ ന്യൂസിൽ കിട്ടിയ വിവരം. കുറെ ഗെയിമേഴ്സ് പറയുന്നു മൈൻക്രാഫ്റ്റിലെ ഒരു ഹൊറർ സാധനമായിട്ടുള്ള മാൻഫ്രം ദ ഫോഗ് എന്നാണ്. ബാക്കി ചിലർ പറയുന്നു ഇത് പിശാചോ മറ്റോ ആണ്. അപ്പൊ ഇപ്പോഴത്തെ ന്യൂസ് വീഡിയോ കഴിഞ്ഞു. ഇനി അടുത്ത ന്യൂസ് എടുക്കൂ. എന്റെ അമ്മ, ഇതെന്ത് സാധനം ഇത്? കണ്ടിട്ട് തന്നെ പേടി വരുന്നുണ്ടല്ലോ. എന്റെ അമ്മേ, ഇതിന്റെ പേരെന്ന് മാൻഫ്രം ദ ഫോഗ് എന്നോ? മാൻഫ്രം ദ ഫോഗ് എന്താ സാധനമാണോ? അത് പേടി വരുന്നല്ലോ. കേട്ടിട്ട് തന്നെ പേട്. എന്തായാലും എന്റെ അമ്മ, ഈ ന്യൂസ് കണ്ടേ പിന്നെ എനിക്ക് പേടി വരുന്നുണ്ടല്ലോ. അമ്മേ, മാൻഫ്രം ദ ഫോഗ്. അയ്യോ, എന്താ മക്കളെ നിങ്ങളിപ്പോ പറഞ്ഞേ? മാൻഫ്രം ദ ഫോഗ് എന്താ പറഞ്ഞ? മാൻഫ്രം ദ ഫോഗോ? അത് തന്നെ മാൻഫ്രം ദ ഫോഗ്. അയ്യോ, ഞങ്ങൾ അതിനെ കണ്ട്. അയ്യോ, ഞാനിപ്പോ ന്യൂസിന്റെ തന്നെ മാൻഫ്രം ദ ഫോഗ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നാട്ടില് കാട്ടി പണിക്ക് എത്തിയ ആൾക്കാരെയൊക്കെ ഓടിച്ചെന്ന് പറഞ്ഞത്. അമ്മ, ന്യൂസിന്റെ മാൻഫ്രം ദ ഫോഗിനെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞവര്. വലിയ കൂർത്ത പല്ലും, പിന്നെ 2 തിളങ്ങുന്ന കണ്ണും, പിന്നെ കറുത്ത ദേഹവും മൊത്തം അങ്ങനെയാ. എന്റെ അമ്മ, അതിനെ തന്നെ ഞാൻ കണ്ടു. ഈ മക്കൾ അതിനെ കണ്ടോ? ഞാനും കൺമണിമോള് മുറ്റത്ത് കളിക്കാൻ പോയായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾ പിടിക്കാൻ ഓടി വന്ന്.
ഞങ്ങൾ പെട്ടെന്ന് വീടിന്റെ അകത്ത് കയറി കഥ അടിച്ച് കുറ്റിയിട്ടു. അതോടെ ഞങ്ങൾ രക്ഷപ്പെട്ട അമ്മേ. അയ്യോ, ഞാനിപ്പോ വാർത്തക്കത്ത് കണ്ടതേ ഉള്ളു. അയ്യോ, അന്ന് നിങ്ങളുടെ അടുത്ത് എത്തിയില്ല എന്റെ പൊന്നെ. അല്ല മക്കളെ, അതിന്റെ ശരിക്കുള്ള പേര് വല്ലതും അറിയാമോ? അതിന് ശരിക്കുള്ള ഒരു മാൻ ഫ്രം ദ ഫോഗ് എന്നാ. മൈൻക്രാഫ്റ്റിന്റെ ഉള്ള ഒരു ക്രീച്ചർ, അത് മോഡൊക്കെ ആഡ് ചെയ്തിട്ട് വരുന്ന ഒരു സാധനം മാൻ ഫ്രം ദ ഫോഗ്. ഞാൻ അതിനെ കണ്ടിട്ടൊക്കെ ഉണ്ട് ഗെയിമിന്റെ അകത്ത്. ആ സാധനം തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇറങ്ങിയേക്കുന്നമ്മേ. അല്ല, അത് നമ്മളെ വല്ലതും ചെയ്യുവോ? നമ്മളെ അറ്റാക്ക് ചെയ്യോ? അത് സൂക്ഷിക്കണം കേട്ടോ അമ്മേ. ശരി മക്കളെ. അല്ല മക്കളെ, മാൻ ഫ്രം ദ ഫോഗ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴാ ഇറങ്ങുന്നേ? രാവിലെ അതിനെ കാണാൻ പറ്റുന്നേ. രാത്രി മാൻ ഫ്രം ദ ഫോഗ് ഇറങ്ങുന്നേ, എന്നിട്ട് രാവിലെ ആകുമ്പോ പോകുന്നത്. അങ്ങനെയാ. ഒയ്യോ, അപ്പൊ രാത്രി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഒയ്യോ, രമേശേട്ടൻ ഇപ്പൊ വഴി കൂടെ നടന്നു വരുന്നതിന്റെ പിന്നെ രമേശേട്ടനെ വല്ലതും ചെയ്യാ മാൻ ഫ്രം ദ ഫോഗ്? ഒയ്യോ, അച്ഛനോട് വിളിച്ചു പറയാം എവിടെയെങ്കിലും കയറി നിൽക്കാണെന്ന്. അയ്യോ നന്ദിനി മക്കളെ, കഥ തുറക്ക്. അയ്യോ, എന്റെ പുറകിൽ നിന്ന് ഒരു ജീവി വരുന്നു. അയ്യോ ഏട്ടൻ നിലവിളിയെ കേൾക്കുന്ന എന്തോ ജീവി പറഞ്ഞു വരുന്നു. മക്കളെ പെട്ടെന്ന് പോയി കഥ തുറക്ക്. ശരി അമ്മ, പെട്ടെന്ന് പോയി കഥ തുറക്കട്ടെ ഞാൻ. അയ്യോ, ആരെങ്കിലും കഥ തുറക്ക്. വരും അച്ഛാ. ബഹളം അച്ഛൻ. അയ്യോ മക്കളെ, ഞാനാണ് റോഡിൽ കൂടെ നടന്നു വരുമ്പോഴേ എന്തോ ഒരു സാധനം എന്റെ പുറകിൽ വരുന്നുണ്ട്. അതിന്റെ അടുത്ത് എത്തിയായിരുന്നു. ഇപ്പം പെട്ടെന്ന് മാഞ്ഞു പോയി. അയ്യോ. അല്ല അച്ഛാ, അതിനെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കുന്നേ? അതിന് വലിയ വായും വലിയ കൂർത്ത പല്ലും പിന്നെ വെളുത്ത 2 കണ്ണും പിന്നെ കറുത്ത ദേഹമൊക്കെ. അച്ഛാ, അത് മാൻ ഫ്രം ദ ഫോഗാ. മാൻ ഫ്രം ദ ഫോഗ് അതെന്ത് സാധനം? അച്ഛൻ എന്റെ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഗെയിമിന്റെ അകത്തുള്ള ഒരു സാധനം ഈ മാൻ ഫ്രം ദ ഫോഗ്. കുറച്ച് മോഡിന്റെ അകത്ത് നിന്ന് കിട്ടുന്ന സാധനം. ഞാൻ ഇങ്ങനെ മോഡ് ഇട്ടിട്ട് കളിക്കുമായിരുന്നു ഈ മാൻ ഫ്രം ദ ഫോഗിന്റെ മോഡൊക്കെ. അതിന് വരെ മാൻ ഫ്രം ദ ഫോഗ്. ആ മാൻ ഫ്രം ദ ഫോഗിനെ ഇപ്പൊ അച്ഛൻ കണ്ടത്. അല്ല, അത് ആൾക്കാരെ വല്ലതും ചെയ്യുവോ? ആൾക്കാരെ ഉപദ്രവിക്കുക അച്ഛാ അത്. ആ മാൻ ഫ്രം ദ ഫോഗ് രാത്രി മാത്രം ഇറങ്ങുന്നത്, രാവിലെ ഇറങ്ങത്തില്ല. രാവിലെ പേടിക്കണ്ടൊന്നും, രാത്രി സംബന്ധിച്ച് പേടിക്കണ്ടേ. എന്റെ അമ്മ, ഞാൻ ഇനി തൊട്ട് നേരത്തെ വരാൻ പോവാ. അച്ഛനും കുറച്ചുനാൾ നേരത്തെ വന്നാൽ മതി. കാരണം കുറച്ച് ദിവസത്തിനുള്ളിൽ ആ മാൻ ഫ്രം ദ ഫോഗിനെ പോലീസുകാരെല്ലാം ഓടിച്ചോളും. പേടിക്കണ്ട അതുകൊണ്ട്. അയ്യോ അയ്യോ, അവരെല്ലാരും എന്തി കണ്ണാ? അവരെല്ലാരും അപ്പുറത്തുണ്ട്. വാ, അച്ഛൻ അങ്ങോട്ട് വാ. അയ്യോ, എന്റെ അമ്മ രക്ഷപ്പെട്ട്. അയ്യോ, എന്ത് പറ്റി ചേട്ടാ? അതിന് എന്റെ പുറകിനാണ് എന്തോ ഒരു ജീവി പുറകിന് ഓടി. എന്റെ പുറകിന് എന്തോ കറുത്ത ഒരു സാധനം. വലിയ വായും പിന്നെ വലിയ കൂർത്ത പല്ലും പിന്നെ 2 തിളങ്ങുന്ന കണ്ണും പിന്നെ കറുത്ത ശരീരമുള്ള ഒരു സാധനം. മാൻ ഫ്രം ദ ഫോഗ് എന്ത് സാധനം? അതെനിക്കറിയാച്ചാ. അത് മൈൻക്രാഫ്റ്റിനകത്തുള്ള ഒരു മോഡ് വഴി കയറ്റുന്ന ഒരു മോൺസ്റ്റർ. അത് മാൻ ഫ്രം ദ ഫോഗ്. അതിനൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട് മോഡ് വഴി കയറ്റി. ആ സാധനം ഇപ്പൊ അച്ഛൻ കണ്ടത്. എന്റെ അമ്മ, ഗെയിമിന്റെ സാധനമൊക്കെ അങ്ങനെ റിയൽ ലൈഫിൽ വന്നേവോ? അതാർക്കും അറിയത്തില്ല അച്ഛാ. അല്ല, അതിനെങ്ങനെ ഓടിക്കുന്നേ? പോലീസുകാരൊക്കെ മിക്കവാറും ഓടിക്കുമായിരിക്കും അതിനെ. അയ്യോ, ഞാനെന്നെ അടുക്കള കറി ഉണ്ടാക്കുമല്ലായിരുന്നു. അയ്യോ, അത് കരിഞ്ഞു പോകും. ഇപ്പൊ പെട്ടെന്ന് ചെല്ലട്ടെ ഞാനൊന്ന്. അയ്യോ, കറി ഇപ്പൊ തിളച്ചു പോലെ എന്റെ പെണ്ണെ. ഓഫ് ചെയ്ത് രക്ഷപ്പെട്ട്. അല്ല, മീൻ മറക്കാൻ വേണ്ടി ചട്ടി എന്തേ? അയ്യോ, ചട്ടി മുറ്റത്തല്ലേ. ചട്ടിയാണെങ്കിൽ കരിഞ്ഞു പോയപ്പോ ഞാൻ മുറ്റത്ത് കൊണ്ട് വെച്ചായിരുന്നു കഴുകാൻ വേണ്ടിട്ട് അവിടെ വെച്ച്. അയ്യോ, ഞാൻ എടുക്കാൻ മറന്നു പോയല്ലോ. അയ്യോ, മുറ്റത്ത് പോയി എടുത്തിട്ട് വരാം. എന്റെ അള്ള, എന്തിനു ഇരട്ടത്? പേടി വരുന്നു. അവിടെ കണ്ടില്ലേ ചട്ടി വെച്ചത്? എന്റെ അള്ള, അതെന്തൊരു സാധനം? ഇതിന്റെ സൗണ്ട് തന്നെ കേട്ടിട്ട് എനിക്ക് പേടി വരുന്നു. അയ്യോ, ഓടി രക്ഷപ്പെട്ടെ പെട്ടെന്ന്. അയ്യോ അയ്യോ, എന്റെ അമ്മേ, ഓടിക്കോ. എന്റെ അള്ള, ഓടിക്കോ. ഈ സൗണ്ട് എന്റെ പുറമെ തന്നെ വരുന്നു. അയ്യോ, എന്റെ അള്ളേ, എന്റെ അമ്മേ. എന്ത് പറ്റി ചേമ്പല? നിന്നെ നിലവിളിയായിട്ടില്ല ഞങ്ങള്. അയ്യാമ്പാണ്, ഞാൻ മുറ്റത്ത് മറന്നു വെച്ച ചട്ടിയില്ല. ചട്ടി മുറ്റത്തെടുക്കാൻ പോയപ്പോ എന്തോ ഒരു ജീവി എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാനങ്ങനെ തിരിഞ്ഞോടി. ഇപ്പൊ എന്റെ പുറമെ ആ സാധനം വരുമായിരുന്നു. അയ്യോ, അലിയമ്മയില്ല. അതിനെ കണ്ട് എങ്ങനെ ഇരിക്കുന്നേ? അതിന് വലിയ വായും വലിയ കൂർത്ത പല്ലും 2 തിളങ്ങുന്ന കണ്ണും പിന്നെ ദേഹം മൊത്തം കറുത്തതും. മക്കള് പറഞ്ഞ മാൻ ഫ്രം ദ ഫോഗ് ആയിരിക്കും ജമേലി ഇപ്പൊ കണ്ടേ. അയ്യോ, എന്നെ അത് പിടിക്കാൻ ഓടിച്ച്. ഞാൻ എങ്ങനെയാലും വീടിന്റെ അകത്തൊരു കഥ അടിച്ച് കുറ്റിയിട്ട്. അയ്യോ വേണം, എനിക്ക് വയ്യ. എന്നാ ജമേലി, ഇന്നത്തെ ജോലി ഇത്ര മതി. നീ എന്റെ റെസ്റ്റ് എടുത്തോ. വേണ്ട മേഡം. ആരുമല്ല മേലി, ജമേലി പോയി കിടന്നോ. എന്നാ ശരി മേഡം. അയ്യോ, ഈ മാൻ ഫ്രം ദ ഫോഗ് എങ്ങനെയാണ് ഓടിക്കുന്ന പോലീസുകാര്? ആർക്കറിയാം. അല്ല, ഇവിടുത്തെ അടുക്കളയിൽ ജോലിയെല്ലാം തീർന്നല്ലോ. ഞാനും ഇനി അപ്പുറത്ത് പോവാ.